ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ വാഗ്ദാനങ്ങളാണ് UDF ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതിനടിസ്ഥാനപ്പെടുത്തി കുറേ ആളുകളെ അവർക്ക് അണിനിരത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊള്ളത്തരം ഇപ്പോഴാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. വൻതോതിലുള്ള പണക്കൊഴുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ഉപയോഗിച്ചിട്ടുണ്ട്. മന്ത്രിമാരും MP-മാരും MLA-മാരും പണവുമായി കേരളത്തിലെത്തുകയും ക്ഷേത്ര ഭാരവാഹികളെയും വോട്ടർമാരെയും ചില ബാങ്ക് ലോണെല്ലാം ഉള്ള, അത് ചെറുതൊന്നുമല്ല, ലക്ഷക്കണക്കിനാണ്, അവിടെയെല്ലാം ആ ലോണടക്കം അടച്ചു തീർക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് BJP. UDF ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മണ്ഡലങ്ങളിലും പണക്കൊഴുപ്പ് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ കണ്ട ഈ കാര്യങ്ങൾക്കെല്ലാം ഒപ്പം ഞങ്ങൾ സ്വയം വിമർശകരുമായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്വയം വിമർശകരുമായിട്ട് തന്നെ കാണുക. അവക്കെല്ലാം എതിരായിട്ട് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന കള്ളപ്രചാരണ വേലയെ പ്രതിരോധിക്കാനും നമുക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളതും വിമർശനപരമായി അംഗീകരിക്കുകയാണ്. സംഘടനാപരമായി വന്നു ചേരുന്ന ദൗർബല്യങ്ങൾ ഇത്തരം പ്രചരണങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് തടസ്സമായി എന്നുള്ള സംഘടനാപരമായ പ്രശ്നവും ഞങ്ങൾ കാണുകയുണ്ടായി. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശകരുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിമർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വയം വിമർശനപരമായ കാര്യം സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ പാർട്ടി തള്ളിക്കളഞ്ഞത് തന്നെയാണ്. SNDP ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിൽ നിന്നും ഏതെല്ലാം സന്ദർഭങ്ങളിൽ വ്യതിചരിക്കുന്ന എല്ലാ രീതിയിലും ശക്തമത്തായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതും ശരിയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയെ ഏറെ ശക്തമായി പ്രതിരോധിച്ചില്ല എന്ന ഒരു പൊതു അവബോധം പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ രൂപപ്പെട്ട ഒരവബോധത്തെ, ഈ സംശയത്തെ ദൂരീകരിക്കുന്ന തരത്തിൽ ശക്തിയായ ഇടപെടൽ നടത്തുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്ന് ഞങ്ങൾ സ്വയം വിമർശകരുമായിട്ട് കാണുകയാണ്. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡാണ്. സർക്കാരാണ് സംഘടിപ്പിച്ചതെന്ന വലതുപക്ഷ പ്രചരണ കേരളത്തിലെ ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. രാജ്യത്തെ മതനിരപേക്ഷതയെ തകർക്കുന്ന RSS യഥാർത്ഥത്തിൽ ഇതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അതിനെ കണ്ടത് RSSൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വക്താവ് UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇട നൽകിയ രീതിയിൽ ആ സന്ദേശം അവിടെ വായിച്ചു എന്നത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. സർക്കാരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന വ്യാപകമായ പ്രചാരവേല ശരിയായിരുന്നില്ല. ദേവസ്വം ബോർഡായിരുന്നു ഇതിനു മുമ്പും ഇതുപോലെ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആ സംഗമം സംഘടിപ്പിച്ചതിൻ്റെ ഒന്നും ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും വ്യാപകമായ രീതിയിലുള്ള ഈ പ്രചാരവേല നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒപ്പം ഈ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായനയും കൂടി വന്നപ്പോൾ ഈ അവബോധം കൂടുതൽ ശക്തിപ്പെടുന്ന നില ഉണ്ടാവുകയാണ് ചെയ്തത്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റാരോപിതനായ എ പത്മകുമാറിനോട് പാർട്ടി വിശദീകരണം ചോദിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു ജയിലിൽ നിന്ന് വന്നതിന് ശേഷം. എന്നാൽ ആരോപണമുണ്ടായ ഘട്ടത്തിൽ തന്നെ കർശനമായ നടപടി സ്വീകരിച്ചില്ല എന്ന എതിരാളികളുടെ പ്രചരണം തെരഞ്ഞെടുപ്പിൽ നമ്മെ ബാധിച്ചിട്ടുണ്ട്. ഈ കാര്യവും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 3 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. സർക്കാരിനെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ലെങ്കിലും ചെയ്യുന്നതെല്ലാം അടിമുടി പരിശോധിച്ചാൽ വാഗ്ദാന ലംഘനവും ജനവിരുദ്ധവുമായ നിലപാടുകളാണ്. ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ആദ്യം തന്നെ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി ബെന്നി തോമസ് ഇപ്പോൾ രാജിവെച്ചു. സണ്ണി ജോസഫിൻ്റെ പോലീസ് സ്റ്റാഫിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. സത്യം പറഞ്ഞാൽ സണ്ണി ജോസഫ് അല്ല രാജിവെക്കേണ്ടത്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയത്, സ്വജനപക്ഷപാതം നടത്തിയിട്ടുള്ളത് മന്ത്രിയാണ്. മന്ത്രി രാജിവെക്കുന്നതിന് പകരം മന്ത്രി നിശ്ചയിച്ച ആൾ രാജിവെച്ചിട്ട് എന്താ കാര്യം? അതൊരു വളരെ ഗൗരവതരമായ സത്യപ്രതിജ്ഞാ ലംഘനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ആദ്യം രംഗത്ത് വന്നത്. പിന്നീടാണ് ഗത്യന്തരമില്ലാതെ രാജിവെപ്പിക്കുന്ന നില സ്വീകരിച്ചത്. രാജിവെക്കുകയല്ല, രാജിവെപ്പിക്കുന്ന നില സ്വീകരിച്ചത്. ഇതുപോലുള്ള ഓരോരോ പരിപാടികളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നെഹ്റുവിൻ സാമ്പത്തിക നയമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് VD സതീശൻ പറഞ്ഞത്. നെഹ്റുവിൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണമാണ്, രൂപീകരണമാണ്. ഞാൻ ക്ഷേത്രം പണിയാൻ പോകുന്നു എന്ന്, അമ്പലം നിർമ്മിക്കാൻ പോവുകയാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞപ്പോൾ പലരും കരുതി എന്തൊരു കഥ, ഭൗതികവാദിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് ജവഹർലാൽ നെഹ്റു. ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗ്രന്ഥരചന നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പണ്ഡിതനാണ്, ചരിത്ര രചയിതാവാണ് യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റു അമ്പലം പണിയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞു, ഞാൻ പണിയുന്ന ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ആരാധനയ്ക്ക് വേണ്ടിയുള്ളതല്ല, അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ അധികാരവും പദവിയും തൻ്റെ ശേഷിയും കഴിവും ഉപയോഗിച്ച ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ്, ചരിത്രകാരനാണ്, പണ്ഡിതനാണ് ജവഹർലാൽ നെഹ്റു. ഈ നെഹ്റുവിൻ്റെ പേരുപയോഗിച്ചുകൊണ്ടാണ് VD സതീശൻ ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്നും നെഹ്റുവിയൻ സംവിധാനമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നും പറഞ്ഞത്. എന്താ ധവളപത്രം വന്നപ്പോൾ മനസ്സിലായത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിക്കുക, വിൽക്കുക. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരുപയോഗിച്ചിട്ട് ധവളപത്രം വരുമ്പോൾ അത് പൂർണ്ണമായും അവസാനിപ്പിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂട്ടാനും നിലപാട് സ്വീകരിക്കുന്നു. അത് എങ്ങനെയാണ് യോജിച്ചു പോവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതോടൊപ്പം തന്നെയാണ് സ്വകാര്യവൽക്കരണം. ഇപ്പോൾ സ്വകാര്യവൽക്കരണ അജണ്ട ഇന്നിപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ തീരം മുഴുവൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നിപ്പോൾ മനസ്സിലായി. ഞാൻ നേരത്തെ തുറമുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ വകുപ്പ് തന്നെ മുഖ്യമന്ത്രി ഏറ്റെടുത്തപ്പോൾ നേരത്തെ പറഞ്ഞ മംഗലാപുരം യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വരാൻ പോകുന്ന സന്ദർഭങ്ങളിൽ കരിമണൽ ഉൾപ്പെടെ കൈക്കലാക്കാൻ വേണ്ടി നടത്തുന്ന ലോകത്തിൻ്റെ മുമ്പിലുള്ള കോർപ്പറേറ്റ് ശ്രമവും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആക്കം മനസ്സിലാക്കാനാകുക. ഒരു നെഹ്റുവിയൻ സിദ്ധാന്തവും ഇല്ല, തികഞ്ഞ തീവ്ര വലതുപക്ഷ നിലപാടാണ്. ഈ കഴിഞ്ഞ 3 ആഴ്ചത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക്
ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും വിലയിരുത്താനും സാധിക്കുക. ടി വീണയുടെ ഇ ഡിയുമായിട്ട് ബന്ധപ്പെട്ട കേസ് തുടർന്ന് നടക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇ ഡി നോട്ടീസ് വെള്ളിയാഴ്ച ഹാജരാവണമെന്ന് പറഞ്ഞിട്ട് SFIയുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ ഭാഗമായിട്ട് ഹാജരായ തന്നെയാണ്. ഈ കേസിലും അവർ ഹാജരാകും. ഞങ്ങൾക്ക് എക്സലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട കേസിന് CPIയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളതിലെടുക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കേസിൻ്റെ മറവിൽ CPIഎമ്മിൻ്റെ ഉന്നത നേതാവായ സഖാവ് പിണറായി വിജയനെ കൂട്ടിക്കെട്ടാൻ നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുന്നത്. അതിനിയും ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ആ കേസിൻ്റെ മേലെ കേസ് അവർ തന്നെ കൈകാര്യം ചെയ്ത് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആ കേസിൻ്റെ മേലെ കൈകാര്യം ചെയ്യേണ്ടുന്ന പ്രശ്നമില്ല.